നമസ്കാരം. എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2025 മാർച്ച് മാസം 29-ന് ശനി കുംഭം രാശിയിൽ നിന്ന് മീനം രാശിയിലേക്ക് മാറുകയാണ്. ധനു, മിഥുനം, കന്നി എന്നീ രാശികളിൽ ജനിച്ചവർക്ക് ഇനി 2.5 വർഷക്കാലം കണ്ടകശനിയുടെ കാലഘട്ടമാണ്. കണ്ടകശനി എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ ചിലപ്പോൾ പേടിച്ചു പോയേക്കാം. എങ്കിലും 7.5 ശനി പോലെ വലിയ പ്രശ്നക്കാരനല്ല കണ്ടകശനി. ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും, എങ്കിലും വലിയ ദുരിതങ്ങളൊന്നും കൂടാതെ നമുക്ക് ജീവിച്ചു പോകാൻ പറ്റുന്ന കാലമാണ് ഈ 2.5 വർഷക്കാലം. അതിൽ സംശയമൊന്നുമില്ല. അപ്പോൾ കണ്ടകശനിയുടെ ഫലങ്ങളും പരിഹാരങ്ങളും എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. മൂലം, പൂരാടം, ഉത്രാടം, കാൽ എന്നീ നക്ഷത്രങ്ങൾ വരുന്ന ധനുക്കൂറിൽ ജനിച്ചവർക്ക് കഴിഞ്ഞ 10 മാസക്കാലമായിട്ട് എല്ലാ കാര്യങ്ങൾക്കും തടസ്സമാണ്. ഒന്നും വിചാരിച്ചതുപോലെ നടക്കാത്ത സ്ഥിതിയാണ്. നിരാശയും ദുഃഖവും മനസമാധാനക്കുറവുമൊക്കെ അനുഭവിച്ചു വരികയാണ് ധനുക്കൂറിൽ ജനിച്ച പലരും. ചിലർക്ക് തൊഴിൽ പ്രതിസന്ധി, മറ്റു ചിലർക്ക് സാമ്പത്തികമായിട്ടുള്ള നഷ്ടങ്ങൾ, സാമ്പത്തിക ഞെരുക്കം ഒക്കെ ഉണ്ടായി വരുന്നു. കുടുംബത്തിൽ സമാധാനം നഷ്ടമായവരും പുതിയ കാര്യങ്ങൾ ചെയ്ത് പരാജയപ്പെട്ടവരും ഒക്കെ നിരവധിയാണ്. ലക്ഷ്യത്തിലേക്ക് എത്താനാകാത്ത സ്ഥിതിയാണ് പലർക്കും. പ്രതിബന്ധങ്ങൾ ധാരാളമായിട്ട് ഉണ്ടാകുന്നു. ഈ കാലയളവിൽ ശരീരത്തിന് പരിക്കുപറ്റിയവരും രോഗം ബാധിച്ചവരുമൊക്കെ നിരവധിയാണ്. നിയമ നടപടികൾ പോലും നേരിട്ടവർ ഉണ്ട്. 2025 മാർച്ച് മാസം 29 മുതൽ കണ്ടകശനി കൂടെ ധനുരാശിക്കാർക്ക് ആരംഭിക്കുകയാണ്. 2.5 വർഷക്കാലം കണ്ടകശനി ധനുരാശിയിൽ ജനിച്ചവരെ പിന്തുടരും. ഇത് കേട്ട് പേടിക്കേണ്ട കാര്യമില്ല, ആശ്വസിക്കാൻ വകയുണ്ട്. മെയ് മാസം വ്യാഴം 7-ലേക്ക് സഞ്ചരിക്കുന്നത് കൊണ്ട് 1 വർഷക്കാലം കണ്ടകശനിയുടെ ദോഷങ്ങൾ ഉണ്ടാകില്ല എന്നും മാത്രവുമല്ല, 2025 മെയ് മാസം മുതൽ 1 വർഷക്കാലം അനുകൂലമായിട്ടുള്ള സമയവുമാണ്. നിലവിൽ അനുഭവിച്ചു വരുന്ന തടസ്സങ്ങൾ പലതും മാറിവരും. മനസ്സിന് സന്തോഷവും സമാധാനവുമൊക്കെ ലഭിക്കും. ഏറെ പ്രയത്നിച്ചു കൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾ ഉണ്ടല്ലോ, അത് ഒരു കരയ്ക്കെത്തിക്കാൻ സാധിക്കും. നല്ല ജോലി ലഭിക്കാനൊക്കെ ഇടയുള്ള കാലമാണ്. നിലവിലെ ജോലിയിൽ പുരോഗതി പ്രതീക്ഷിക്കാം. ഇപ്പോൾ ജോലിയിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ നേരിടുന്നവരാണ് എങ്കിൽ അതെല്ലാം ഈ 1 വർഷം കൊണ്ട് പരിഹരിക്കപ്പെടും. വിവാഹം നടക്കാനോ പുതിയ സ്നേഹബന്ധങ്ങൾ ഉണ്ടാകാനോ ഒക്കെ സാധ്യതയുണ്ട്. കുടുംബത്തിലെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടും. സാമ്പത്തിക നഷ്ടങ്ങളിൽ നിന്ന് കരകയറാൻ സാധിക്കും. പുതിയ ധനാഗമന മാർഗങ്ങളൊക്കെ ഉണ്ടായേക്കാം. വീടോ വസ്തുവോ ഒക്കെ സ്വന്തമാക്കാൻ ഈ 1 വർഷവും അനുകൂലമായിട്ടുള്ള സമയമാണ്. അതിനുവേണ്ടി പരിശ്രമിക്കാം. രോഗം ശമിച്ച് ആരോഗ്യം വീണ്ടെടുക്കാനാകും. മനസ്സിനെ വേദനിപ്പിക്കുന്ന കുറേ കാര്യങ്ങൾ ഉണ്ടാകുമെങ്കിലും അവ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കും. തൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പലരും സഹായിക്കും. വിദ്യാർത്ഥികൾക്ക് ഇത് നല്ല കാലമാണ്. വിദ്യാതടസ്സമൊക്കെ മാറി മത്സര പരീക്ഷകൾ എഴുതുന്നവർക്ക് ജോലി ലഭിക്കാൻ നല്ല പോലെ പരിശ്രമിച്ചു കഴിഞ്ഞാൽ അതിന് സാധിക്കുന്ന കാലമാണ് ഈ 1 വർഷക്കാലം. വിദേശത്ത് പോകാൻ ശ്രമിക്കുന്നവർക്ക് ഈ 1 വർഷം അതിന് സാധിക്കുന്ന സമയമാണ്. ഈ സമയത്ത് ഉത്സാഹത്തോടുകൂടി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ആഗ്രഹിച്ചതൊക്കെ നേടിയെടുക്കാൻ ധനുരാശിക്കാർക്ക് സാധിക്കും. ധനുരാശിയിൽ ജനിച്ചവർക്ക് കണ്ടകശനിയുടെ ദോഷങ്ങൾ ഫലത്തിൽ വരുന്നത് 2026 മെയ് മാസത്തിന് ശേഷമായിരിക്കും. അതുവരെയും ഊർജ്ജസ്വലമായിട്ട് ജീവിത വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കുക. കണ്ടകശനി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ മനസുഖം കുറയും. എല്ലാ കാര്യങ്ങൾക്കും തടസ്സമായിരിക്കും. വിചാരിച്ചതുപോലെ ഒന്നും നടക്കില്ല. പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ ധാരാളമായിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ 2025 മെയ് മുതൽ 2026 മെയ് വരെയുള്ള നല്ല കാലം കൂടുതൽ ഫലപ്രദമായിട്ട് വിനിയോഗിക്കാൻ ധനുരാശിയിൽ ജനിച്ചവർ ശ്രമിക്കുക. മകയിരം 2ാം പകുതി, തിരുവാതിര, പുണർദം, മുക്കാൽ എന്നീ നക്ഷത്രങ്ങൾ വരുന്ന മിഥുനക്കൂറിൽ ജനിച്ചവർക്ക് 2025 മാർച്ച് മാസം 29 മുതൽ കണ്ടകശനി കൂടി ആരംഭിക്കുകയാണ്. ഈ രാശിയിൽ ജനിച്ചവരുടെ നിലവിലത്തെ സമയം നോക്കുമ്പോൾ കഴിഞ്ഞ 10 മാസക്കാലമായി എല്ലാ കാര്യങ്ങൾക്കും തടസ്സങ്ങൾ നേരിടുന്നവരാണ്. ഒരു കാര്യവും നടക്കാത്ത സ്ഥിതിയാണ്. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിട്ട് വരുന്നു. സാമ്പത്തിക തടസ്സങ്ങൾ ഉണ്ടാകുന്നു. പൈസ കുറെയൊക്കെ ചെലവായി പോകുന്ന അവസ്ഥയാണ്. ഭാഗ്യദോഷങ്ങൾ അനവധി നേരിട്ടു. കിട്ടുമെന്ന് വിചാരിച്ച പലതും നഷ്ടമായി. വിചാരിച്ച ഒരു കാര്യവും നടന്നില്ല. മനസ്സിന് സമാധാനക്കുറവാണ്. ചിലർ ഈ സമയം പ്രിയപ്പെട്ടവരുമായി അകന്നു.
കലഹങ്ങളും ഭിന്നതകളുമൊക്കെ ഉണ്ടായി. കുടുംബത്തിൽ സമാധാനം കുറഞ്ഞു. ചിലർക്ക് തൊഴിൽ നഷ്ടവും തൊഴിൽ പ്രതിസന്ധികളുമൊക്കെ ഉണ്ടായി. ചിലർ രോഗിയായി, ആശുപത്രി വാസമുണ്ടായി. ശരീരത്തിൽ പരിക്കുകൾ വരെ പറ്റി. അങ്ങനെ നിലവിൽ ഇത്തിരി കഷ്ടമാണ് മിഥുനക്കൂറിൽ ജനിച്ചവരുടെ കാര്യം. 2025 മാർച്ച് 29 മുതൽ കണ്ടകശനി കൂടി തുടങ്ങുകയാണ്. 2.5 വർഷക്കാലം കണ്ടകശനി കാലഘട്ടം ആയിരിക്കും. അതിൽ വിശേഷിച്ചും 2026 മെയ് മാസം വരെയും വളരെ സൂക്ഷിക്കേണ്ട സമയമാണ്. പേടിക്കാനില്ല, പക്ഷെ വളരെ ശ്രദ്ധിക്കേണ്ട കാലം തന്നെയാണ്. പുതിയതായി ഒന്നും തുടങ്ങേണ്ട, ഉള്ളതിനെ നിലനിർത്താനായിട്ടാണ് ശ്രമിക്കേണ്ടത്. റിസ്ക് പിടിച്ച ഒരു കാര്യവും ഈ സമയത്ത് ചെയ്യുന്നത് നന്നല്ല. സാഹസിക പ്രവൃത്തികൾ ഒഴിവാക്കുക. ഭാഗ്യ പരീക്ഷണത്തിന് നിന്നു കഴിഞ്ഞാൽ ഉള്ളതും കൂടെ നഷ്ടമായി പോകും. വരവിനേക്കാളും ചിലവ് കൂടിയിരിക്കും. അനാവശ്യമായിട്ടുള്ള പണച്ചെലവുകൾ കൂടുതലായിരിക്കും. അതുകൊണ്ട് സാമ്പത്തിക അച്ചടക്കം പാലിക്കണം. മറ്റുള്ളവരുമായി കലഹങ്ങളും വാക്കുതർക്കങ്ങളും ഉണ്ടാകാതെ നോക്കണം. വഴിയെ പോകുന്നവർക്ക് പോലും നമ്മളോട് ഈ സമയത്ത് വിരോധം തോന്നിയേക്കാം. പക്ഷേ ക്ഷമയാണ് ഈ സമയത്തെ ഏറ്റവും നല്ല ആയുധം. ക്ഷമിച്ചു പോകാനായിട്ട് ശ്രമിക്കുക. നിലവിലെ ജോലി എത്ര ബുദ്ധിമുട്ടായാലും ശരി, 1 വർഷം കൂടെ അതിൽ പിടിച്ചു നിൽക്കുന്നതാണ് നല്ലത്. ജോലി മാറ്റം അതിന് ശേഷം മാത്രം ശ്രമിച്ചാൽ മതി. പുതിയ ജോലി നോക്കുന്നവർക്ക് താൻ ഉദ്ദേശിക്കുന്ന ജോലി ഉടനെ കിട്ടില്ല. പക്ഷേ തരക്കേടില്ലാത്ത ജോലി കിട്ടിക്കഴിഞ്ഞാൽ അതിൽ പിടിച്ചു കയറുക. അതിൽ ഇരുന്നു കൊണ്ട് ഇഷ്ടപ്പെട്ട മെച്ചപ്പെട്ട ജോലി നോക്കുക. നിലവിലെ ജോലിയിൽ നമുക്ക് അർഹതപ്പെട്ട പ്രൊമോഷനൊക്കെ വൈകിയേക്കാം. സ്വന്തം നാട്ടിലേക്കുള്ള ട്രാൻസ്ഫറൊക്കെ 1 വർഷം കഴിഞ്ഞേ നടക്കാൻ സാധ്യതയുള്ളൂ. ജീവിത പങ്കാളിയുമായിട്ടാണെങ്കിലും പല വിഷയങ്ങളിലും കലഹങ്ങളും പിണക്കങ്ങളുമൊക്കെ ഈ സമയം വർദ്ധിച്ചിരിക്കും. അതൊന്നും വലിയ വിഷയമാക്കാതെ ഇരിക്കുന്നതാണ് നല്ലത്. ഈ സമയത്ത് എടുത്തുചാട്ടം കൂടിയിരിക്കും. എല്ലാം നല്ല പോലെ ചിന്തിച്ചു മാത്രം പ്രവർത്തിക്കുക. നല്ലതിനെ ഉൾക്കൊള്ളാനും അല്ലാത്തതിനെ തള്ളിക്കളയാനും ശ്രദ്ധിക്കുക. ശരീരസുഖം കുറവായിരിക്കും. രോഗമുണ്ടായാൽ വച്ചുകൊണ്ടിരിക്കാതെ അതിനെ വേഗം ഭേദമാക്കാൻ ശ്രമിക്കണം. വാഹനയാത്രകളിൽ അപകടമുണ്ടാകാതെ ശ്രദ്ധിക്കേണ്ടതാണ്. അമിത വേഗത്തിലെ യാത്രകൾ ഈ സമയത്ത് ഒഴിവാക്കുക. നിലവിൽ വിവാഹ തടസ്സം നേരിടുന്നവർക്ക് 1 വർഷത്തിന് ശേഷമാണ് വിവാഹത്തിനുള്ള യോഗം കാണുന്നത്. ബിസിനസ്സിൽ പല നഷ്ടങ്ങളും ഈ സമയത്ത് ഉണ്ടായേക്കാം. വലിയ ഇൻവെസ്റ്റ്മെന്റുകൾ നടത്താനും പുതിയ ബിസിനസ് തുടങ്ങാനും ഒന്നും ഈ 1 വർഷക്കാലം ഒട്ടും നല്ലതല്ല. വീട് വാങ്ങാനോ ഭൂമി വാങ്ങാനോ ഒക്കെ 1 വർഷം കഴിഞ്ഞ് ശ്രമിക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ അതിനൊന്നും നല്ല കാലമല്ല. പ്രിയപ്പെട്ടവരുമായിട്ടൊക്കെ കലഹമുണ്ടായാലും അത് രമ്യമായിട്ട് പരിഹരിക്കാൻ നോക്കേണ്ടതാണ്. നമ്മുടെ ദേഷ്യമൊക്കെ കുറച്ച് എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധിച്ച് സാവധാനത്തോടുകൂടി ചെയ്തു പോകാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഈ കണ്ടകശനി കാലഘട്ടത്തെ നമുക്ക് കുഴപ്പമില്ലാതെ അതിജീവിക്കാൻ സാധിക്കും. പ്രായോഗികമായി കാര്യങ്ങളെ സമീപിക്കുക. അപവാദം കേൾക്കാൻ ഇടയുള്ള കാലമാണ്. നമ്മൾ ചെയ്യാത്ത കാര്യങ്ങളൊക്കെ ചെയ്തു എന്ന് മറ്റുള്ളവർ പാടി നടക്കാം. അതിനോട് പ്രതികരിക്കാൻ നിൽക്കാതെ അതിനെയൊക്കെ അവജ്ഞയോടെ തള്ളിക്കളയാനാണ് ഈ സമയത്ത് ശ്രദ്ധിക്കേണ്ടത്. വ്യാഴാഴ്ചകളിൽ വിഷ്ണു ക്ഷേത്രത്തിൽ പോയി തുളസിമാല, മഞ്ഞപ്പെട്ട് എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. അതുപോലെ ശനിയാഴ്ചകളിൽ ശാസ്താവിന് നീരാഞ്ജനം നടത്തി പ്രാർത്ഥിക്കുന്നതും ദോഷങ്ങളെ കുറയ്ക്കാൻ സഹായിക്കും. ഉത്രം മുക്കാൽ, അത്തം, ചിത്തിര പകുതി എന്നീ നക്ഷത്രങ്ങൾ വരുന്ന കന്നിക്കൂറിൽ ജനിച്ചവർക്ക് 2025 മാർച്ച് 29 മുതൽ കണ്ടകശനിയാണ്. മെയ് മാസം ഉണ്ടാകുന്ന വ്യാഴമാറ്റവും കന്നിക്കൂറുകാർക്ക് അത്ര ഗുണകരമല്ല. അതുകൊണ്ട് തന്നെ കണ്ടകശനിയുടെ ദോഷങ്ങൾ കന്നിക്കൂറുകാരെ പിന്തുടരുക തന്നെ ചെയ്യും. വിശേഷിച്ചും 2026 മെയ് മാസം വരെയാണ് കൂടുതലും ദോഷങ്ങൾ ഉണ്ടാകുന്നത്. ജീവിതത്തിൽ പല തടസ്സങ്ങളും ഈ സമയത്ത് ഉണ്ടായേക്കാം. ഒരു മന്ദതയും ഉത്സാഹക്കുറവും ഒന്നിനും താല്പര്യമില്ലാത്ത അവസ്ഥയുമൊക്കെ ആകും. എല്ലാം ചെയ്യാൻ ഒരുതരം മടിയായിരിക്കും. മനസ്സിന് പല വിധേനയുള്ള പ്രയാസങ്ങൾ, ടെൻഷനുകൾ ഉണ്ടായി വരും. ഒന്ന് പോസിറ്റീവായിട്ട് ഇരിക്കാൻ ശ്രമിക്കേണ്ടതാണ്. സമയദോഷമാണെങ്കിലും ഉത്സാഹത്തോടു കൂടി ശ്രമിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിലെ തടസ്സങ്ങളെയൊക്കെ അതിജീവിക്കാൻ സാധിക്കും. ഒരുതരം പരാജയഭീതി വല്ലാണ്ട് വേട്ടയാടുന്ന സമയമാണ്. അതുകൊണ്ട് ആത്മവിശ്വാസത്തോടു കൂടി ഇരിക്കാൻ ശ്രമിക്കണം. കണ്ടകൻ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ മുള്ള് എന്നാണ്. അതുകൊണ്ട് തന്നെ മുള്ളുകുത്തി വേദനിപ്പിക്കുന്ന വിധമുള്ള അനുഭവങ്ങളാണ് ഈ സമയത്ത് പ്രതീക്ഷിക്കുന്നത്. മനസ്സിൽ കുഞ്ഞു വേദനകളെ ഉണ്ടാക്കിയിട്ട് പോകുന്ന നിരവധി അനുഭവങ്ങൾ
ഈ സമയത്ത് പ്രതീക്ഷിക്കാം. ഒന്നിനെയും എടുത്ത് തലയിൽ വയ്ക്കാണ്ട് ഇരിക്കുന്നതാണ് നല്ലത്. തൊഴിൽപരമായിട്ടുള്ള മന്ദതയുണ്ടാകും. തൊഴിലിൽ തൃപ്തിക്കുറവും ജോലിഭാര കൂടുതലും ഒക്കെ ഉണ്ടാകും. ഒരു വർഷത്തിന് ശേഷം ജോലി മാറ്റത്തിനെ പറ്റി ചിന്തിച്ചാൽ മതി. തൊഴിലിൽ നിന്നുള്ള ആദായവും കുറഞ്ഞിരിക്കുന്ന സമയമാണ് ഇത്. ബിസിനസ്സിലൊക്കെ മന്ദതയായിരിക്കും. ബിസിനസ്സിൽ നഷ്ടം വരാനും ഒക്കെ ഇടയുണ്ട്. ബിസിനസ് തുടങ്ങാൻ നോക്കുന്നവർക്കും ഒരു വർഷം കഴിഞ്ഞ് തുടങ്ങുന്നതാണ് ഗുണകരം. സമ്പത്ത് സൂക്ഷിക്കുക. സാമ്പത്തികമായി പറ്റിക്കപ്പെടാനും വഞ്ചിക്കപ്പെടാനും ഒക്കെ സാധ്യതയുണ്ട്. കടം കൊടുത്ത പൈസ തിരികെ കിട്ടാൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സമയമാണ്. ലോണുകളുടെ അടവും മുടങ്ങിയേക്കാം. സാമ്പത്തിക ഞെരുക്കം ഉണ്ടാകാം. പൈസ വച്ചുള്ള പരീക്ഷണങ്ങൾ ഈ സമയത്ത് തീർത്തും ഒഴിവാക്കുക. കുടുംബത്തിലും ചെറിയ കാര്യങ്ങളെ ചൊല്ലി വലിയ കലഹങ്ങൾ ഉണ്ടാകാം. ഭാര്യാഭർത്താക്കന്മാർ തമ്മിലും നിസാര പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ തന്നെ വ്യക്തിബന്ധങ്ങളിലും ഒരുതരം അകൽച്ച ഉണ്ടാകും. പുതിയതായി നമ്മളുമായി അടുക്കുന്ന വ്യക്തികളെ ഈ സമയം പ്രത്യേകം ശ്രദ്ധിക്കണം. അത്തരക്കാർ കാരണം വിഷമിക്കേണ്ടി വരാം. എടുത്തുചാടി ഒന്നും പ്രവർത്തിക്കാതെ ഇരിക്കുക. നല്ല പോലെ ചിന്തിച്ചു മാത്രം ഓരോ കാര്യവും ചെയ്യുക. നിയമ നടപടികൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക. കേസൊക്കെ വരാണ്ട് നോക്കാൻ ശ്രദ്ധിക്കേണ്ട കാലമാണ്. പ്രായമായവരെ സംബന്ധിച്ച് ശരീരസുഖം ഈ ഒരു സമയം കുറഞ്ഞിരിക്കും. പല വിധേനയുള്ള വല്ലായ്മകളും നേരിട്ടേക്കാം. മറ്റുള്ളവരെ വിശ്വസിച്ച് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഈ സമയത്ത് ഒഴിവാക്കുക. അന്യരുടെ വാക്ക് കേട്ട് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ പിന്നീട് ജീവിതത്തിൽ ദുഃഖിക്കേണ്ടി വരാം. പൊതുവായി ഞാൻ ഈ പറഞ്ഞ ദോഷങ്ങളൊക്കെ കണ്ടകശനിയിൽ അനുഭവിക്കുന്നതായി കാണാറുണ്ട്. പക്ഷേ ജാതകത്തിൽ നല്ല ദശയും അപഹാരവും ഒക്കെയാണ് നടക്കുന്നതെങ്കിൽ ഇതൊന്നും കാര്യമായിട്ട് ബാധിക്കില്ല. കണ്ടകശനിക്ക് പരിഹാരമായിട്ട് ശനിയാഴ്ചകളിൽ ശാസ്താവിന് നീരാഞ്ജനം നടത്തി പ്രാർത്ഥിക്കുക. അപ്പോൾ ഇതാണ് കണ്ടകശനിയുടെ ഫലങ്ങളും പരിഹാരങ്ങളും. എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാകട്ടെ. നന്ദി.